ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയുടെയും അനാമികയുടെയും വിവാഹം ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും എല്ലാം മാറി അത് നടക്കുകയാണ് കേട്ടോ. ഒരു സമയത്ത് നമ്മുടെ നയനേനെയും നയനയുടെ വീട്ടുകാരെ ഒരുപാട് വാക്കുകൾ കൊണ്ടും ഒക്കെ മനസ്സിന് മുറിവേൽപ്പിക്കുകയായിരുന്നു നമ്മുടെ ജലജയും. അതുപോലെ തന്നെ ജലജയുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ചെറിയമ്മയും. അങ്ങനെ അനാമികയ്ക്കും നമ്മുടെ നയനയോടൊക്കെ ഒരു വെറുപ്പും ഒരു ദേഷ്യവും ഒക്കെ തോന്നുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അനിയുടെ ഇടപെടലും മൂലമാണ് എല്ലാം ഒന്ന് ശാന്തമാകുകയും പിന്നീട് വിവാഹം നടക്കുകയൊക്കെ ചെയ്തത്. അനി ചോദിക്കുന്നുണ്ട്, ഞാനും നന്ദും ഇത്രയും അടുത്ത് പഴകിയപ്പോൾ ആർക്കെങ്കിലും അതിലൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടോ, ഞങ്ങളുടെ ബന്ധത്തിൽ ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ, സത്യം മനസ്സിൽ കൈവച്ച് പറയാമേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യത്തിന് മുൻപിൽ ചെറിയമ്മയ്ക്ക് ഒന്നും തന്നെ പറയാനില്ല കേട്ടോ. അങ്ങനെ അവസാനം അനി പറയാണ്, എനിക്കറിയാം എൻ്റെ ബ്രോനെ, അതുകൊണ്ട് ആരും അവളെ കുറ്റപ്പെടുത്തണ്ട, ഈ വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിവാഹം നടക്കുകയാണ്. ശേഷം എല്ലാവരും തന്നെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ഈ വീട്ടിലെ മൂത്ത മരുമക്കളായ നവ്യയും നയനയും കൂടെ പെൺകുട്ടീനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെറിയമ്മ പറയുന്നുണ്ട്, ആരതി ഒഴിഞ്ഞ് ഇവർ സ്വീകരിക്കാനോ? ഇവർ ഈ കല്യാണം മുടക്കാൻ നിന്നവരാണ്. ഇനി അടുത്തത് ഇവരുടെ ഈ ശാപം കൊണ്ട് വേണോ ഈ കുട്ടി അകത്തേക്ക് കയറാൻ? എന്തായാലും ഞാനതിന് സമ്മതിക്കില്ല. എന്തായാലും ആരതി ഒഴിഞ്ഞ നവ്യയും നയനയും കൂടെ എൻ്റെ മരുമകളെ അകത്തേക്ക് കയറ്റണ്ട എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അനാമികയും പറയുന്നുണ്ട്, അതെ, അമ്മ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവർ ആരതി ഒഴിഞ്ഞ് എന്നെ സ്വീകരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ ഒരുപാട് സങ്കടമാകുകയാണ്. അപ്പോൾ നമ്മുടെ ജലജയും അഭിയാണെങ്കിൽ എല്ലാം ആകെ കൈയടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും അങ്ങ് ആകെ സന്തോഷത്തിൽ നിൽക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ആദിയും നിൽക്കുകയാണ്. അങ്ങനെ നയനയുടെ ആ വിളറിയ മുഖം കാണുമ്പോൾ ആദിക്കും നല്ല വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ചെറിയമ്മയോട് പറയാണ്, നീ മിണ്ടാതിരുന്നോണം, നീ എന്തൊക്കെ വാക്കുകളും വർത്തമാനങ്ങളുമാണ് ഇവിടെ പറയുന്നത്, ഇവിടെ ഞങ്ങളുടെ തീരുമാനമാണ് വലുത്, ഇവിടുത്തെ മൂത്ത മരുമക്കൾ ഇവരാണെങ്കിൽ ഇവർ തന്നെ ഇളയ മരുമകളെ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയണം. എന്നാൽ അവർ പറയുന്ന ഒരു വാക്കും തന്നെ കേൾക്കാൻ നമ്മുടെ ചെറിയമ്മ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല, വിസമ്മതിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട്, എന്തായി നീ പറയുന്നത്? അച്ഛനും അമ്മയും പറയുന്നതല്ലേ നമ്മളെല്ലാവരും ഇത്രയും നാൾ അനുസരിച്ചിട്ടുള്ളൂ. നമ്മളെല്ലാവരും ഈ കുടുംബത്തിലേക്ക് മരുമകളായി കയറി വന്നപ്പോഴും ഇവരുടെ വാക്കുകളും ഇവരുടെ വിശ്വാസങ്ങളൊക്കെ അല്ലേ നമ്മൾ സ്വീകരിച്ചതുമെല്ലാം. അപ്പോൾ ഈ കാര്യം നമ്മൾ കേൾക്കണ്ടേ? എന്തൊക്കെയായാലും ഈ വീട്ടിലെ മരുമക്കൾ അവർ തന്നെയല്ലേ, അപ്പോൾ അവരല്ലേ സ്വീകരിക്കേണ്ടത്, നീ തടസ്സം പറയരുത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ചെറിയമ്മ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ പിന്നീടും അനാമികയുടെ അമ്മയും പറയുന്നുണ്ട്, പിന്നെയും പറയുന്നുണ്ട്, വേണ്ട, എൻ്റെ മകളെ ആരതി ഒഴിഞ്ഞ് ഇവർ സ്വീകരിക്കേണ്ട, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ കല്യാണം മുടക്കാൻ വേണ്ടി നോക്കിയവരാണ്. മണ്ഡപത്തിൽ വെച്ച് താലി ചാർത്തുന്നതിന് മുൻപ് മറ്റൊരു പെണ്ണിൻ്റെ പേരും പറഞ്ഞിട്ട് വിവാഹം മുടക്കി. എന്തായാലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഉടനെ ചെറിയമ്മ പറയുന്നുണ്ട്, ആർക്കും തന്നെ താല്പര്യമില്ല, ഞാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ പറയാണ്. നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് ഇവളുമാരുടെ അമ്മ അവിടെ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കാർക്കും ഇതുവരെയായിട്ടും മനസ്സിലായില്ലേ? ആ വിവാഹം എന്തെങ്കിലും ഒരു പേരിൽ മുടങ്ങാൻ കാത്തിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ആ ഗ്യാപ്പിൽ നന്ദുവിനെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു ഇവരുടെ അമ്മയുടെയും ലക്ഷ്യം. അത് നടക്കാതെ വന്നു. അതിൻ്റെ കലിപ്പും പ്രയാസവും ദേഷ്യമൊക്കെ ഇവർക്ക് കാണും. ആ ഒരു ദേഷ്യത്തിൽ ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് എൻ്റെ മരുമകളെ ആരതി ഒഴിഞ്ഞ് ഇവർ സ്വീകരിച്ചകത്ത് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ. ഉടനെ നമ്മുടെ ആദി ഇടപെടുകയാണ്. ആദി നമ്മുടെ അനാമികയുടെ അച്ഛനോട് പറയാണ്, വേറെ ആരും സമ്മതവും ഒന്നും മൂളണ്ട, അനാമികയുടെ അച്ഛൻ പറയട്ടെ. അനാമികയുടെ അച്ഛൻ നല്ല ഓർത്തിട്ടും എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ. ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്നിങ്ങനെ പറയാണ് കേട്ടോ. പെട്ടെന്ന് അനാമികയുടെ അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതായത് ആ കടങ്കാരി വന്ന് ഈ കല്യാണം മുടങ്ങുന്നതിൻ്റെ ആ ഒരു വക്കിൽ നിൽക്കുമ്പോഴും കടങ്കാരി വന്നിട്ട് നമ്മുടെ അനാമികയുടെ അച്ഛനെ ദ്രോഹിക്കുമ്പോൾ ആദിയാണ് വന്ന് ഇടപെടുകയും ആ ക്യാഷ് 2 കോടി രൂപയും കൊടുത്തേക്കാന്ന് ഏർപ്പാടാക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് താങ്ക്സ് പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, നയനയാണ് വന്ന് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ താങ്ക്സ് പറയണം, നയനയോട് പറയണം, അവളാണ് എന്നെ കൊണ്ട് ഇതിപ്പോൾ ചെയ്യിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന അത് ഇങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ അനാമികയുടെ അച്ഛൻ. എന്നിട്ട് ഇങ്ങനെ അനാമികയോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടോണം, ഇപ്പോൾ ആരതി ഒഴിഞ്ഞ് ഇവർ നയനയും നവ്യയും സ്വീകരിക്കും, ഇതിന് നിങ്ങൾക്ക് വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമെന്ന് ഇങ്ങനെ പറയണം. അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അകത്തോട്ടൊന്ന് കയറ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവസാനം
നമ്മുടെ അനാമിക സമ്മതിക്കുകയാണ്. ശരി, എൻ്റെ ഈ ഏട്ടത്തിമാർ തന്നെ എനിക്ക് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ആദ്യം അപ്പോൾ ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ സംഭവം എന്ന് അപ്പോഴും അനാമികയൊന്നും അറിയുന്നില്ല. അങ്ങനെ പിന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച് കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഉള്ളിലേക്കൊക്കെ വരികയാണ്, അവർക്ക് മധുരമൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ നയനയാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് മാറി അങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കാണുന്ന നമ്മുടെ ആദ്യം വന്നിട്ട് എന്താ തനിക്ക് പറ്റിയത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ വിശ്വസിക്കുന്നില്ല. നന്ദുവിൻ്റെ പ്രശ്നത്തിൽ താൻ ഒരു വിധത്തിലും അതിൽ പങ്കാളിയാണെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് പറയുന്നവരൊക്കെ പറയട്ടെ, താൻ വിഷമിക്കേണ്ട, തൻ്റെ നന്മ എല്ലാവരും തിരിച്ചറിയൂടോ എന്നിങ്ങനെ പറയാനും കേട്ടോ. അപ്പോഴത്തേക്കിനും ഉടനെ നയന പറയണം, ഈ വീട്ടിൽ നിൽക്കേണ്ടത് ഞാനല്ലേ. ഓരോ പ്രാവശ്യം എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വരുമ്പോഴും അവർ അപമാനിക്കപ്പെടാതെ ഇവിടുന്ന് പോയിട്ടില്ല. ഇപ്പോൾ അനാമിക ആദ്യമായിട്ട് വീട്ടിൻ്റെ പടി കയറി വരിക, പക്ഷെ അപ്പോൾ തന്നെ എന്നെ വെറുത്തോണ്ടാണ് കയറി വരുന്നത്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് കേട്ടോ. താൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, മുത്തശ്ശിയോടും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. അവർ എല്ലാവരോടുമായിട്ട് സംസാരിച്ച് പിന്നെ തൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ വിളിക്കാൻ പറയാം, അവർക്കൊരാശ്വാസവാക്ക് പറയാം. താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ചെറിയമ്മ ഇന്നേ വരെ എന്നെ ഒരു വാക്കുകൾ കൊണ്ട് പോലും നോവിച്ചിട്ടില്ല. എല്ലാവരും നോവിക്കുമ്പോഴും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. ആ ചെറിയമ്മ ഇന്ന് എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട് ആദ്യേട്ടാ എന്നിട്ട് പറയുന്നുണ്ട്. അനാമികയാണെങ്കിലും ഈ വീടിൻ്റെ പടി കടന്നെത്തിയതാണ്. എൻ്റെ സ്വന്തം അനിയനാണ് അനി. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ എന്നെ വെറുത്തുകൊണ്ട് കയറി വരുന്നത്. എനിക്കത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. പിന്നെ ആദ്യം പറയുന്നുണ്ട് അതെല്ലാം ശരിയാകുന്നു, 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാം ഒന്ന് ആറി തണുക്കും. ഇല്ല, ആദ്യേട്ടൻ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, ഒരുങ്ങി ഓഫീസിൽ പോകുന്നു, പിന്നെ വൈകുന്നേരത്ത് തിരിച്ച് വീട്ടിലെത്തുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനല്ലേ ഈ വീട്ടിൽ നിൽക്കേണ്ടത്? എനിക്കെല്ലാം എതിരാളികളല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആരും തന്നെ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയന പിന്നെയും പൊട്ടിക്കരയാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ആദ്യം ചേർത്ത് പിടിക്കുമ്പോൾ നയന ഓടി വന്ന് ആദ്യം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം എന്നിട്ട് ആശ്വസിപ്പിക്കുന്നില്ല, താൻ വിഷമിക്കേണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്, ഞാൻ തന്നെ ഒരിക്കലും അവിശ്വസിക്കില്ല. എനിക്കറിയാം താൻ എത്രമാത്രം ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുമല്ല അവസാന നിമിഷത്തിൽ ഈ കല്യാണം അവളുടെ അച്ഛൻ്റെ പേരിൽ, ബിസിനസ്സിൻ്റെ ആ ഒരു പേരിൽ മുടങ്ങിപ്പോകണ്ടായിരുന്നു. എന്നിട്ടും അവിടുന്നും താൻ അവരെ കരകയറ്റി കൊണ്ടുവന്നില്ലേ. അപ്പോൾ തൻ്റെ നന്മ എല്ലാവരും ഒരിക്കൽ തിരിച്ചറിയൂടോ. താൻ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഞാനില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് കണ്ണീരെല്ലാം തുടച്ചു കൊടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തുകയാണ് കേട്ടോ.